രാക്ഷസ മരുന്ന് കഴിച്ചാൽ വലുതാവാം. ഇനി വലിയ രാക്ഷസന്മാരെ ചെറുതാക്കാൻ എന്തു ചെയ്യും? അതിന് കുഞ്ഞു മരുന്ന് തന്നെ വേണം. അത് കിട്ടണമെങ്കിൽ ലുട്ടാപ്പി വിചാരിക്കണം. ശരിയാ ശരിയാ. ഇനി കുഞ്ഞു മരുന്ന് കൊണ്ടുപോയ കഥ ലുട്ടാപ്പി പറയും. മങ്കൂസ് എന്നൊരു മന്ത്രവാദിയുണ്ട്. ഒരു പൊണ്ണ തടിയൻ. കുട്ടൂസന്റെ കൂട്ടുകാരൻ. കുറെ മന്ത്രവാദവും ഇന്ദ്രജാലവും ഒക്കെ അറിയാം. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? കുരങ്ങന്റെ കയ്യില് മാല കിട്ടിയ പോലെ. ഇറങ്ങിക്കോ. ദാവിനി വേഗം വാ. നമുക്കൊരു സ്ഥലത്ത് പോകാം. എന്താ കാര്യം? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അതൊക്കെ ചെല്ലുമ്പോൾ അറിയാം. ഒന്ന് പറ കുട്ടൂസ. മങ്കൂസ് മന്ത്രവാദിയെ കാണാൻ. അയാളെ കൂട്ടുപിടിച്ച് നമുക്ക് രാജുവിനെയും രാധയെയും ശരിപ്പെടുത്തണം. കൊള്ളാം കുട്ടൂസന്റെ ബുദ്ധി. നമസ്കാരം മങ്കൂസേ. അയ്യാ, അല്ല ഇത് ആരൊക്കെയാ വരുന്നത്? വെള്ളം വെള്ളം. രണ്ട് വികൃതി പിള്ളേര് കാരണം
ഞങ്ങൾക്ക് രക്ഷയില്ല മങ്കൂസേ. അവരെ കുരങ്ങന്മാരാക്കി തരണം. എവിടെ അവർ? കൊണ്ടുപോവാ. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. മങ്കൂസ് ഞങ്ങളുടെ കൂടെ വരണം. വരാമല്ലോ. എങ്ങനെയാ അവരെ കുരങ്ങന്മാരാക്കുന്നത്? ഞാനൊന്ന് മാന്തിയാ മതി, ഏതവനും കുരങ്ങനാവും. അതാ ആ പിള്ളേർ. നിലത്തിറക്കിക്കോ. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. നമുക്ക് മായാവിയെ വിളിക്കാം. കുട്ടിച്ചാത്താ അമ്മടാ ഓടുന്നോ? എന്നാ അതൊന്ന് കാണണമല്ലോ. നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ മുതുകത്തിരുന്നോ. അവരെ പിടികൂടിയിട്ട് എന്നെ ബാക്കി കാര്യം. മങ്കൂസോ? ഇവരെന്തിനാ രാജുവിനെയും രാധയെയും ഓടിക്കുന്നത്? പണിയുണ്ട്. ആദ്യം കുറച്ച് ചൊറിയൻ പൊടി കൊണ്ടുവരണം. ഇവരുടെ മേത്ത് കയറിയേക്കാം. അയ്യോ എന്റെ പുറം ചൊറിയുന്നേ. അയ്യോ എന്റെ പുറം ചൊറിയുന്നേ. അയ്യോ 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 എന്റെ പുറം ചൊറിയുന്നേ. മാന്തല്ലേ? അയ്യോ മങ്കൂസ് കുരങ്ങനായി. അയ്യോ അയ്യോ ഞങ്ങളെയും മാന്തി കുരങ്ങന്മാരാക്കല്ലേ. അയ്യോ മങ്കൂസല്ല, മങ്കീസ്. കുട്ടൂസൻ ഒരു വീരശൂര പരാക്രമിയാണെങ്കിലും എപ്പോഴും എന്തെങ്കിലും അമളി പറ്റും. അങ്ങനെ ഒരു അമളി പറ്റിയപ്പോഴാ കുട്ടൂസനും ഡാഗിനിയും പൊത്തോന്ന് ആകാശത്ത് നിന്നും താഴെ വീണത്. കൂടെ ആ ലുട്ടാപ്പിയും. ലുട്ടാപ്പിക്ക് ഇതിന്റെ കാര്യം വല്ലതുമുണ്ടോ? ഇങ്ങനെ ആ കുന്തത്തിൽ കയറി പോയാൽ പോരായിരുന്നോ? ഇതെന്തൊരു കഷ്ടം. ആ പിള്ളേര് കാരണം മായാവിയെ പിടിക്കാൻ പറ്റില്ല. മായാവി കാരണം പിള്ളേരെ പിടിക്കാൻ കിട്ടില്ല. ഇതിന് ഇന്നൊരറുതി വരുത്തണം. കുട്ടൂസനെ കണ്ടുകളയാം. കുട്ടൂസനില്ലേ അകത്ത്? കുട്ടല്ലോ കയറി വാ ഡാഗിനി. കുട്ടൂസൻ എവിടെയാ? ഇതെങ്ങനെ? തള്ള വരണ്ടുപോയി. പേടിക്കണ്ട ഡാഗിനി, ഞാനിതാ വരുന്നു. ഇത് ഒരു മാന്ത്രിക വിളക്ക. ഇത് കയ്യിലുണ്ടെങ്കിൽ എന്തും സാധിക്കും. മാന്ത്രിക വിളക്കോ? അതെ, കെടാവിളക്ക്. ഞാൻ ഊതിക്കെടുത്തിയാലേ ഇതിന്റെ മാന്ത്രിക ശക്തി നശിക്കൂ. കൊള്ളാമല്ലോ. ഇതുകൊണ്ട് ആ മായാവിയെ പിടിക്കാമോ?
അതിനല്ലേ ഇത് ഞാൻ സംഘടിപ്പിച്ചത്. ഒരു വണ്ടി തള്ള തന്നെ. എങ്ങനെയാ കുട്ടൂസ അവനെ പിടിക്കുക? അതൊക്കെ നോക്കിക്കോ. ഇനി മായാവിയുടെ കളി ഒന്നും നടക്കില്ല. ആ പിള്ളേരെയും വിടരുത്. ഇപ്പൊ കുട്ടൂസനും മായാവിക്കും ഒരേ ശക്തിയായി. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇവനെ കുപ്പിയിലാക്കിയിട്ട് ഇതിലേ വരാമെന്നേ. രാജു രാറിയും ഇപ്പോ വരും. അതാ മായാവി. കിട്ടിപ്പോയി കിട്ടിപ്പോയി. കേറ് കുപ്പിയിൽ. അയ്യോ, ഇനി രക്ഷയില്ല. ഇനി നിന്റെ ആ വികൃതി പിള്ളേരെ കൂടി പിടിക്കണം. എന്റെ കയ്യിൽ മാന്ത്രിക വിളക്കുണ്ട്. എടാ മായാവിക്കുട്ട, ഇനി നീ രക്ഷപ്പെടില്ല. ചതിച്ചോ? മാന്ത്രിക വിളക്കും മായാവിയും കയ്യിലായി. ഇനി എന്നെ ജയിക്കാൻ ആരുമില്ല. രാധേ, അത് മായാവി പറയാറുള്ള കെടാവിളക്കാ. കെടാവിളക്കോ? അതെ, അത് കയ്യിലുള്ളവർക്ക് എന്തും സാധിക്കും. വലുതാവാം, ചെറുതാവാം, പറക്കാം. അയ്യോ, ഇനി എങ്ങനെ മായാവിയെ രക്ഷിക്കും? അതിന് കെടാവിളക്ക് ഊതിക്കെടുത്തണം. കുട്ടൂസൻ തന്നെ അത് ചെയ്യുകയും വേണം. എനിക്കൊരു സൂത്രം തോന്നുന്നു. നല്ല ബുദ്ധി. ഇനി നമുക്ക് ഒന്നും പേടിക്കാനില്ലടാ. ആ പിള്ളേര് അവര് നമ്മളെ കണ്ടില്ലെന്നാ തോന്നുന്നത്. രാധേ, ഈ മാന്ത്രിക പൊടി മണത്താൽ നമുക്ക് മായാവിയുടെ ശക്തി കിട്ടുമോ? അങ്ങനെയല്ലേ മായാവി പറഞ്ഞത്? ഇങ്ങനാടാ മഹായാവി ആ പിള്ളേർക്ക് കൊടുത്ത മാന്ത്രിക പൊടി ഞാൻ തട്ടിപ്പറിച്ചു. ഒന്ന് മണത് നോക്കാം, വല്ല മാന്ത്രിക ശക്തിയും കിട്ടിയാലോ. അയ്യോ, വിളക്ക് കെട്ടു. രക്ഷപ്പെട്ടു. അയ്യോ, അയ്യോ. കുട്ടൂസ, എങ്ങനെയുണ്ട് മുളക് പൊടി? എങ്ങനെയുണ്ട് കൂട്ടുകാരെ മായാവി കഥകൾ? ഇനിയും ഒത്തിരിയുണ്ട് പറയാൻ. എനിക്കും. അടുത്ത തവണയാവട്ടെ. ടാറ്റാ. ടാറ്റാ.